ഈ കോട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോഴേ ഞാൻ ഒരു 10 വർഷം പിന്നോട്ട് പോയി നിൽക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ IT കമ്പനിയിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ക്ലയൻറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സമയത്ത് നമ്മുടെ കമ്പനി എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ അവിടെ നിൽക്കുന്ന തൂത്തും തുടക്കുകയും ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെ വരെ പിടിച്ച് ഈ കോട്ടിടിക്കും. അപ്പോൾ ആ ഒരു 10 വർഷത്തിന് പിന്നിലേക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെയൊക്കെ കണ്ടിരുന്നെങ്കിൽ പാടത്ത് വെച്ച നോക്കൂത്തി പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് കോട്ടൊക്കെ ഇട്ട സമയത്ത്. അപ്പോൾ എനിക്കിപ്പോൾ ആ മാനേജറാണ് ഓർമ്മ വരുന്നത് ഈ കോട്ട് എനിക്ക് ചേട്ടൻ തന്നപ്പോൾ. എൻ്റെ പേര് ജിത്തു കൊടുവള്ളി. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു ചെറുകഥാകൃത്ത് കൂടാണ്. സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതി, സുഹാസിനിയുടെ പ്രേതം എന്നാണ് അതിൻ്റെ പേര്. ഇനി എൻ്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ, പൊതുവെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷം കേൾക്കുന്ന ആൾക്കാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതാ നാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ നാടെന്ന് പറഞ്ഞാൽ എഗ് പപ്സിൻ്റെ ഉള്ളിൽ മുട്ട നിൽക്കുന്നത് പോലെ ഇടത്തും വലത്തും മേലെയും താഴെയൊക്കെ കേരളം ഞെക്കി ഞെരുക്കി പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇപ്പം തന്നെ പലരുടെയും മുഖത്ത് ആ നാടിൻ്റെ ഗുണത്തിനെ പറ്റിയുള്ള ഒരു ചിരി വന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിൽ അകത്തും പുറത്തും ഒരുവിധം എല്ലാവരും എൻ്റെ നാടിനെ പറ്റി അറിയുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നെഴുതിയ ആ ഒരു നല്ല പുസ്തകത്തിനെ പറ്റിയും, പിന്നെ മദ്യത്തിനെ പറ്റിയും. കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ എൻ്റെ നാട് ബാർസ് ഓൺ കൺട്രിയാണ്. കേരളം ടൂറിസത്തിൽ മുന്നേറുമ്പോൾ എൻ്റെ നാട് ബാറിസത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവിടെ ചുറ്റും സ്കൂളുകളെക്കാളും അമ്പലങ്ങളെക്കാളും കൂടുതലുള്ളത് ബാറും പെട്രോൾ പമ്പുമാണ്. അത്ര മദ്യസമ്പന്നമാണ് എൻ്റെ ഈ നാട്. അപ്പോൾ പിന്നെ മദ്യമാഹിയിൽ നിന്ന് വരുമ്പോൾ മദ്യത്തിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ കുറച്ച് കഥകൾ. എനിക്ക് ചെറുപ്പത്തിൽ മിലിറ്ററിക്കാരനാവണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഈ വെടിവെപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പം ഞാനും പോയി വെടിവെക്കും, പാകിസ്ഥാൻ ശത്രുക്കളെ കൊല്ലും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇത് ഇച്ചിരി അധ്വാനമുള്ള കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഞാനതങ്ങ് വിട്ട്. അതിനുശേഷം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മിലിറ്ററിക്കാർക്ക് കിട്ടുന്ന അതേ സ്നേഹം എനിക്ക് പല തവണ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ കാണുമ്പോൾ സുഖമല്ലേ എന്നല്ല ചോദിക്കുക, ലീവിന് വന്നതല്ലേ, കുപ്പിയൊന്നും ഇല്ലേ. ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈ ഉപ്പിലിട്ട മാങ്ങ പോലെ നമ്മളൊക്കെ 24 മണിക്കൂർ ഈ മദ്യത്തിലിട്ട് വെച്ചേക്കാണെന്നാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ചുറ്റും 100 ബാർ ഉണ്ടെങ്കിലും നാട്ടിൽ നിന്ന് 2 തുള്ളി അടിക്കാനുള്ള യോഗ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഏതേലും ഒരു ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും കുടുംബക്കാരൻ്റെ വീടുണ്ടാവും അതിൻ്റെ മുന്നിൽ, അല്ല ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ്റെ കടയുണ്ടാവും അതിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ആ ബാർ നോക്കിയാൽ തന്നെ മതി, വീട്ടിലേക്ക് കോൾ പോവും. അവൻ അപ്പോൾ ഇപ്പോൾ ബാറിലേക്ക് കയറിയോ എന്നൊരു സംശയം. പിന്നെ എല്ലാവർക്കും അവരവർ അഡ്രസ്സ് പറയാൻ വേണ്ടി വളരെയധികം പ്രൗഡും അഭിമാനമൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവിടെ ഒരു പണി കിട്ടി. എൻ്റെ വീട് വലിയ വരിക്കാശ്ശേരി മഞ്ഞ അല്ലെങ്കിൽ പോലും ഒരു ചെറിയ വീടാണെങ്കിലോ അത് ഇത്തിരി ഒരു അഭിമാനത്തോടെ പറയാൻ വേണ്ടി എൻ്റെ നാട് എന്നെ സമ്മതിച്ചിട്ടില്ല. വേറൊന്നുമല്ല, എൻ്റെ അഡ്രസ്സ് ഇതാണ്: ജിത്തു കൊടുവള്ളി, ഹൗസ് നമ്പർ 216E, ഓപ്പോസിറ്റ് ജോയി ബാർ. ഇതിലും വലിയ ദുരന്തം വേറെ എന്തേലും വേണോ? ഈ ഒരൊറ്റ കാരണം ഉള്ളത് കൊണ്ട് ദിവസവും ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കണി കാണുന്നത് ഈ ജോയി ബാറിൻ്റെ ബോർഡും നിരത്തി വെച്ചിരിക്കുന്ന കുപ്പികളും ഇതൊക്കെ തന്നെയാണ്. ഇതിലും വലിയൊരു ഐശ്വര്യം ജീവിതത്തിൽ വേറെ എന്താണ് വേണ്ടത്? ഇതേ ഒരു പ്രശ്നം കൊണ്ട് ഏത് നാട്ടിൽ ഞാൻ ഏത് ജോലിക്ക് അപേക്ഷിച്ചാൽ എൻ്റെ റെസ്യൂമിൻ്റെ സൈഡിൽ എല്ലാം വായിച്ചു കഴിഞ്ഞ് എൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാന പേജിൽ എൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ എല്ലാവരും മുഖത്ത് ഒരു പുച്ഛം ഉണ്ടാവും. അവിടെയും ഉണ്ടാവും ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഓപ്പോസിറ്റ് ജോയി ബാർ എന്നൊക്കെ പറഞ്ഞാലും, ഇത്രയധികം പ്രലോഭനങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടായാലും എൻ്റെ അച്ഛൻ ഒരു തുള്ളി അടിക്കൂല. ഞാനതിപ്പോൾ പറഞ്ഞതൊരു കോമഡി ആയിട്ടല്ല, ഈ കാര്യം ഞാൻ തുറന്നു പറഞ്ഞില്ല, ചിലപ്പോൾ എന്നെ ഇന്ന് വീട്ടിൽ കയറ്റൂല, അതുകൊണ്ട് മാത്രമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും മാഹിയിൽ മദ്യത്തിനെ കൊണ്ട് കാശുകാരായ കുറച്ച് പേരുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത്തിരി അടിച്ചു കഴിഞ്ഞ് കേരളത്തിൻ്റെ പുറത്തോട്ടേക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല. ചില ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മദ്യ കടത്തങ്ങ് തുടങ്ങും. അതുവഴി കാശൊക്കെ സമ്പാദിച്ച ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് എൻ്റെ ഒരു വകയിലൊരു വല്യച്ഛൻ, പുള്ളിക്കാരനും ഈ പരിപാടിക്ക് ഇറങ്ങി. പുള്ളി ഭയങ്കര ബുദ്ധിമാനായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. മറ്റുള്ളവരൊക്കെ വണ്ടിയിലും ഇതിലൊക്കെ പോയി പോലീസ് പിടിക്കുന്ന സമയത്ത് പുള്ളി വയൽ വഴിയും ഷോർട്ട് കട്ട് വഴിയൊക്കെ നടന്നങ്ങ് വിൽക്കാൻ തീരുമാനിച്ച് ഒരു 2-3 ഫുള്ളും ബാക്കിയും പുള്ളി അങ്ങ് നടക്കും. പക്ഷെ എത്ര കണ്ട് പുള്ളി കച്ചവടം നടത്തിയിട്ടും പുള്ളിയിൽ മാത്രം രക്ഷപ്പെടണില്ല. വേറൊന്നുമല്ല, പുള്ളി 2-3 കിലോമീറ്റർ മാഹിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇടക്കിടക്ക് ദാഹിക്കുമ്പോൾ 2 പെഗ് വെച്ച് ഇതിൽ നിന്ന് അടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കുപ്പി കാലിയായിരിക്കും. പിന്നെ അവസാനം പാട്ട വെറുക്കുന്നവർക്ക് ഈ കുപ്പി കൊടുത്ത് കിട്ടുന്ന 2 രൂപയാണ് പുള്ളി ചെയ്ത മൊത്തം ബിസിനസ്സിൻ്റെയും തിരിച്ചു കിട്ടുന്ന മൂലധനം എന്ന് പറഞ്ഞ സംഗതി. ഈ മദ്യത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ, അത് ഭയങ്കര ചെയ്ത്തായിപ്പം. വേറൊന്നുമല്ല, ബാംഗ്ലൂർ നമ്മൾ ഈ വീക്കെൻഡൊക്കെ ആകുമ്പോൾ അടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ വർക്ക് ചെയ്യുന്നത് ശനിയും ഞായറും ആ പൈസ കൊണ്ടുപോയി ബാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി. ഒരുവിധം എല്ലാ IT എഞ്ചിനീയർമാരുടെ ജീവിതം ഇതാണ്. കാരണം ഭയങ്കര നിരാശയാണ് ഈ IT ഫീൽഡ്. നമുക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല, കാശൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ ശനിയും ഞായറും വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം പൂത്ത് പുഷ്കരനാവണത്.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ദിവസവും ഓരോ ക്വാർട്ടർ വെച്ചടിക്കുന്ന ആ പുള്ളി ശനി ഞായറാകുമ്പോൾ ഒരു ഫുള്ളിലേക്ക് മാറും. അവനിപ്പോ ഈ 2 പെഗ് 3 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പഴയ കാമുകിമാരെയൊക്കെ 1 by 1 ആയി ഇവനിങ്ങനെ ഓർമ്മ വരും. അവരുടെയൊക്കെ നമ്പർ ഇവന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് അതിലും വലിയ ദുരന്തം. അതിലൊക്കെ പലരെയും വിളിച്ച്, എടി ഞാൻ ഇപ്പോഴും നിന്നെ ഓർക്കുന്നുണ്ടടി, നമ്മൾ അന്ന് പ്രേമിച്ചിരുന്ന കാലം. ഈ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ നാളെ രാവിലെ നിന്റെ വീട്ടിന്റെ മുന്നിലുണ്ടാവും, ധൈര്യം ഉണ്ടെന്ന് നീ ഇറങ്ങി വരണം, നിന്നെ ഇപ്പോഴും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. അതായത് കല്യാണം കഴിഞ്ഞ് അവരുടെ മോളെ കെട്ടിച്ചുവിടാനുള്ള പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ഇവൻ ഈ കേസ് പറയണത്. അപ്പൊ ആ ഒരു പുള്ളിയുടെ ഈ അലമ്പ് സീന് കയറിക്കഴിഞ്ഞ് പുള്ളി അവസാനം വയലന്റ് ആവും. വയലന്റ് ആയി കഴിഞ്ഞാൽ റൂമിലുള്ള ആരെങ്കിലും ഒക്കെ ഇട്ട് തട്ടും. പിന്നെ ഭയങ്കര ഇടിയായി ബഹളമായി പുള്ളി കരച്ചിലാവും. അതാണ് ഏറ്റവും അവസാനം തടവ്. ഇല്ലടാ, എന്നെ മനസ്സിലാക്കാൻ ഈ റൂമിൽ ഒറ്റയൊരുത്തനും സാധിച്ചിട്ടില്ല, ഞാനൊക്കെ എന്ത് കാണിച്ചാലും നിങ്ങൾക്കത് ചെമ്പരത്തി പോവാന്നൊക്കെ പറഞ്ഞ് കുഴഞ്ഞാടി. ഒരു ദിവസം ഇവൻ എന്ത് ചെയ്തു, ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഓടി ടോയ്ലറ്റിൽ കയറി അവിടുന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങ് പോയി. നമ്മൾ ഈ ബാച്ചിലർ ലൈഫിൽ ഒരു സംഗതി ഉണ്ട്, ഒരു ചെറിയ ചൂല് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് ഷെയർ ഇട്ടിട്ട് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കരുതി ഓക്കെ ഇവൻ ഷെയർ ഇട്ട് വാങ്ങിച്ച ബക്കറ്റ് ആയിരിക്കും, അല്ല ഞങ്ങൾ ഷെയർ ഇട്ട് വാങ്ങുന്നതല്ല, ഇവൻ സ്വന്തമായിട്ട് വാങ്ങിച്ച ബക്കറ്റ് ആയിരിക്കും എന്ന് കരുതി ആ ബക്കറ്റും കൊണ്ടുപോയി. ഏകദേശം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞിട്ട് വീഴുന്നു, ഒരു വാള് വെച്ച സൗണ്ട്. അവനെ പൊക്കി നമ്മൾ റൂമിൽ കൊണ്ട് കിടത്തി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സ്ഥിരം കുമ്പസാര, അല്ലാതെ അടിച്ച് ഓവറായി പോയി, സോറി കേട്ടോ, ഞാൻ ആരെങ്കിലും തെറി പറഞ്ഞെങ്കിൽ മാപ്പ്. അതും പറഞ്ഞ് നമ്മൾ അവനോട് ചോദിച്ചു, അതൊക്കെ ഓക്കെ, നീ എന്തിനാ ഇന്നലെ ബക്കറ്റ് എടുത്തോണ്ട് പോയത്? ഓ ബക്കറ്റ് എടുത്തോണ്ട് ഞാൻ പോയല്ലേ എൻ്റെ പൊന്നളിയാ, ഞാൻ ഇന്നലെ ഫുൾ അടിച്ച് സെറ്റായ സമയത്ത് നോക്കുമ്പോൾ ആ കക്കൂസ് എനിക്ക് ബെഡ്റൂം ആയിട്ടാണ് തോന്നിയത്, നേരെ സൂട്ട് കേസ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാ. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ മദ്യപാനം നിർത്തുന്ന 2 സീസൺ ഉണ്ട്. ഒന്ന് ശബരിമലയ്ക്ക് മാലയിടാൻ പോയി കഴിഞ്ഞാൽ 41 ദിവസം ശാന്തം സുന്ദരം സുരഭിലം, ആരും ഒരു വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാ വീട്ടിലും ശാന്തിയും സമാധാനം ഇങ്ങനെ കളിയാടും. അന്ന് വരെ വൈകുന്നേരം പൂരപ്പാട്ടും പെണ്ണും പിള്ളയെ കുനിച്ചു നിർത്തി കൂമ്പിനിച്ചുള്ള നിലവിളികളുള്ള വീട്ടിൽ വെറും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ മാത്രമേ കേൾക്കൂ. അപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ ഒരു കാര്യം പറയും, ഈശ്വര 365 ദിവസം ഈ അയ്യപ്പനെ ഈ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനം ഉണ്ടാവും വീട്ടിൽ. ആ സമയത്തെങ്ങാനും നോബൽ പ്രൈസിന് സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുക്കുന്ന അവർ ആ വഴി പോയിട്ടുണ്ട്, എല്ലാ വീട്ടിലും കിട്ടും സമാധാനത്തിലുള്ള ഓരോ നോബൽ പ്രൈസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് പറഞ്ഞാൽ പെണ്ണ് കാണുന്ന സമയം. എൻ്റെയൊക്കെ കല്യാണം നടക്കാൻ പെട്ട പാട്. മാഹിയിലാണ് പയ്യന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമാണ് ബ്രോക്കർ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ പഞ്ചസാര ഭരണിയിലേക്ക് വീണ ഉറുമ്പ് ഒരു തുള്ളി പഞ്ചസാര കഴിക്കൂല എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കുമോ? അതുകൊണ്ട് നമുക്കൊക്കെ കെട്ട് നടക്കണമെങ്കിൽ ബ്രോക്കർമാർക്ക് കൊടുക്കണം അഡീഷണൽ സർവീസ് ചാർജ്. വേറെ ഒന്നുമല്ല, അവർ അഭിനയിക്കണം പെണ്ണ് വീട്ടുകാരെ മുന്നിൽ. ഈ പയ്യൻ ഒരു തുള്ളി അടിക്കൂല, അയ്യോ മദ്യം എന്നുള്ള വാക്ക് കേട്ടാലേ അവൻ വാള് വെക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റപ്പായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ മാഹിയിൽ എല്ലാ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നും വന്നിട്ട് ഒരു സെക്കൻഡ് എല്ലാ വീട്ടുകാരുടെയും ഒരു റൗണ്ട് അന്വേഷണം ഉണ്ടാവും പയ്യൻ എങ്ങനെയാണ്. എൻ്റെയൊക്കെ നാട്ടിൽ 2 റൗണ്ടാണ്. ഒന്ന് സാധാരണ കുടുംബക്കാരടുത്ത് ചോദിക്കും, രണ്ടാമത് തൊട്ടടുത്ത ബാർ കയറി ചോദിക്കും, ഈ പയ്യൻ എങ്ങനെ ഇവിടെ വന്ന് 2 അടിക്കാറുണ്ടോ? എന്നെപ്പറ്റി എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ബാറിലാണ് പോയി ചോദിച്ചേക്കണത്. അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സൽസ്വഭാവി സുമുഖൻ സുന്ദരൻ, സുന്ദരൻ എന്നൊക്കെ പോട്ടെ, അതൊന്നും പറയേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഇതേപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് പോലും എനിക്ക് കിട്ടിയില്ല. അത്രയും മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് ഈ ബാറ് തരുന്നത്. പിന്നെ ഒരു കാര്യം, ചില അമ്മായിയപ്പന്മാർ 2 അടിക്കുന്നവരാണെങ്കിൽ അവർക്ക് മാഹിയിലേക്ക് പെണ്ണിനെ കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഇടക്കിടക്ക് സ്മോളെ കാണാൻ വേണ്ടി പോയി വരാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മദ്യപാന കഥകൾ. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മദ്യം വിഷമാണ്, വീട്ടിലറിഞ്ഞ വിഷയമാണ്, പിന്നെ ആകെ വിഷമമാണ്. ജവാന്റെ കിക്കിലല്ല, നമ്മുടെ ജീവിതത്തിലാണ് യഥാർത്ഥ കിക്ക്. തിരിച്ചറിയുക, മദ്യം ഉപേക്ഷിക്കുക. നന്ദി, നമസ്കാരം.